നമസ്കാരം. സന്ധ്യാദീപത്തിലേക്ക് എല്ലാ സജ്ജനങ്ങൾക്കും സ്വാഗതം. ശുഭം ഭവതു കല്യാണമായുസാരോഗ്യവർദ്ധനം സർവദുഃഖ വിനാശായ സന്ധ്യാദീപം നമോസ്തുതേ. നാമം ജപായനം പുണ്യം നാമം ജപായനം പുണ്യം നിരുപമദീപാങ്കുരം പോലെ സ്വരശ്രുതിലയവരമതുലം ദീവാങ്കണം മോക്ഷസംഗീതസാരം നീളും വഴിത്താരയിൽ ജീവതാരം മന്ത്രാലാപം മായാവിൻ നിൻ പ്രസാദം ഇരുൾ നീങ്ങിയുണരുന്ന തെളിനാളദീപം ഇരുൾ നീങ്ങിയുണരുന്ന തെളിനാളദീപം പ്രണവാമൃതം ചൊരിയുന്ന ദീപം 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 ശ്രീ ശങ്കരാചാര്യ രചിച്ച ശിവമാനസ പൂജാസ്തോത്രത്തിലെ അവസാനത്തെ 2 ശ്ലോകങ്ങൾ ഭാരതീയ ജനമനസ്സുകളിൽ മായാത്ത മുദ്ര പതിപ്പിച്ചവയാണ്. ശിവരാത്രി വ്രതത്തെ സമ്പുഷ്ടമാക്കാൻ ശിവമാനസ പൂജ സഹായിക്കും. ആ സ്തോത്രത്തിലെ ഒരു ശ്ലോകത്തിൻ്റെ അർത്ഥം ഇങ്ങനെയാണ്: അല്ലയോ ദയാനിധേ പശുപതേ ദേവ, രത്നനിർമ്മിതമായ സിംഹാസനം, ശീതള ജലത്തിലുള്ള സ്നാനം, നാനാരത്ന വിഭൂഷിതമായ ദിവ്യവസ്ത്രം, കസ്തൂരികാ ഗന്ധ സമന്വിതമായ ചന്ദനം, പിച്ചി, ചെമ്പക, കൂവളത്തില തുടങ്ങിയവയാലുള്ള പുഷ്പാഞ്ജലി, ധൂപം, ദീപം എന്നിവയെല്ലാം മനസ്സുകൊണ്ട് സങ്കല്പിച്ച് നൽകുന്ന ഈ പൂജ അവിടുന്ന് സ്വീകരിച്ചാലും രത്നങ്ങൾ പതിച്ച സ്വർണ്ണപാത്രത്തിൽ നെയ്പായസവും പാലും തൈരും ചേർന്ന 5 വിധമുള്ള ഭക്ഷ്യപദാർത്ഥവും പഴവും പാനകരസവും അസംഖ്യം പച്ചക്കറികളും രുചികരമായ ജലവും കർപ്പൂര ദീപത്തോടുകൂടി താമ്പൂലവും എല്ലാം ഞാൻ മനോനിർമ്മിതമായി വയ്ക്കുന്നു. സങ്കല്പരൂപത്തിൽ സമർപ്പിക്കുന്ന ഈ ദ്രവ്യമെല്ലാം അവിടുന്ന് ദയവായി സ്വീകരിച്ചാലും എന്ന് പറഞ്ഞ് ശിവനാമ പൂജ ചെയ്യുന്നത് ശിവരാത്രി വ്രതത്തിന് ഉത്തമമാണ്. തുടർന്ന് നമുക്ക് ശ്രീ കാവാലം ശ്രീകുമാർ പ്രശ്നോത്തര രത്നമാലിക ആലപിക്കുന്നത് കേൾക്കാം. കുത്ര വിധേയോ യത്നഃ വിദ്യാഭ്യാസേ സദൗഷധേ ദാനേ അവധീരണ ക്വ കാര്യാ ഖലു പരയോഷിത്സു പരധനേഷു. കുത്ര വിധേയോ യത്നഃ വിദ്യാഭ്യാസേ സദൗഷധേ ദാനേ അവധീരണ ക്വ കാര്യാ ഖലു പരയോഷിത്സു പരധനേഷു. അടുത്തതായി ശങ്കര സ്തോത്രാമൃതം. എന്തിന് പ്രയത്നം ചെയ്യണം, എവിടെ ചെയ്യണം എന്നാണ് ശിഷ്യന്റെ ചോദ്യം. 3 വിഷയങ്ങളിൽ പ്രയത്നം ചെയ്യണമെന്ന് ആചാര്യൻ ഉപദേശിക്കുന്നു. ശ്രീ ശങ്കരാചാര്യരുടെ പ്രശ്നോത്തര രത്നമാലികയിൽ പ്രതിപാദിക്കുന്ന ഈ 3 വിഷയങ്ങളെക്കുറിച്ച് വിശദമാക്കുകയാണ് ഇന്ന് ശങ്കര സ്തോത്രാമൃതത്തിൽ സ്വാമി ചിദാനന്ദപുരി. ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വരഃ ഗുരുഃ സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം സദാശിവസമാരംഭാം
ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. പ്രശ്നോത്തര രത്നമാലികയിൽ 14 ശ്ലോകങ്ങളാണ് നമ്മൾ ശ്രദ്ധിച്ചത്. അവസാനം 40ാമത്തെ ചോദ്യവും ഉത്തരവുമാണ് പഠിച്ചത്. ആമരണാത് കിം ശല്യം പ്രച്ഛന്നം യത്കൃതം പാപം. തുടർന്ന് കുത്ര വിധേയോ യത്നോ വിദ്യാഭ്യാസേ സദൗഷധേ ദാനേ അവധീരണാക്വകാര്യ ഖലപരയോഷിത് പരധനേഷു. കുത്ര വിധേയോ യത്നോ വിദ്യാഭ്യാസേ സദൗഷധേ ദാനേ അവധീരണാക്വകാര്യ ഖലപരയോഷിത് പരധനേഷു. കുത്ര വിധേയഃ യത്നഃ, എവിടെയാണ് യത്നം വിധേയമാക്കേണ്ടത്? യത്നം വിധേയമാക്കുക എന്ന് പറഞ്ഞാൽ യത്നത്തെ ചെയ്യേണ്ടത്. ഇപ്പം എവിടെ വേണം യത്നം ചെയ്യേണ്ടത്? പ്രയത്നം എവിടെ ചെയ്യണം? എന്തിനായിക്കൊണ്ട് ചെയ്യണം? എവിടെ ചെയ്യണം? ഇതാണ് ചോദ്യം. മറുപടി വിദ്യാഭ്യാസേ സദൗഷധേ ദാനേ. 3 വിഷയങ്ങളിലാണ് പ്രയത്നം ചെയ്യേണ്ടത്. എപ്പോഴും യത്നം ചെയ്യേണ്ടത്, നമ്മുടെ ഭാഗത്തു നിന്ന് യത്നം വിധേയമാകേണ്ടത് ഒന്നാമത് പറയുന്നു വിദ്യാഭ്യാസത്തിൽ. മനുഷ്യനെ സംബന്ധിച്ച് ജീവിതത്തിൻ്റെ ലക്ഷ്യത്തെയും മാർഗത്തെയും ബോധിപ്പിക്കുന്നത് വിദ്യാഭ്യാസമാണ്. മനുഷ്യൻ്റെ എല്ലാ സമ്പത്തും വിദ്യയിൽ അധിഷ്ഠിതമാണ്. വിദ്യ അഭ്യസിക്കുക എന്ന് പറയുമ്പോൾ ഏതെങ്കിലും ഔപചാരികമായ വിദ്യാലയത്തിൽ പോയി ബെഞ്ചിലിരുന്ന് കസേരയിലിരുന്ന് പഠിക്കുക എന്നുള്ളത് മനസ്സിലാക്കരുത്. തീർച്ചയായിട്ടും അതും വേണം. മറിച്ച് വ്യത്യസ്ത തൊഴിലുകൾ, ജീവനോപാധികളാക്കാവുന്ന വ്യത്യസ്തങ്ങളായ തൊഴിലുകൾ, അതെല്ലാം അതിൻ്റെതായ സമ്പ്രദായമനുസരിച്ച് പഠിക്കുക. അതെല്ലാം വിദ്യാഭ്യാസത്തിൽപ്പെടും. ഇത് പറയുന്ന സമയത്ത് വിദ്യാഭ്യാസം എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ പെട്ടെന്ന് സ്കൂളും കോളേജും യൂണിവേഴ്സിറ്റിയും ഒക്കെയാണ് വരിക. തീർച്ചയായിട്ടും അവയൊക്കെ വേണ്ടത് തന്നെ. പക്ഷെ അത് മാത്രമല്ല, വ്യത്യസ്ത മേഖലകളിലുള്ള അറിവുകളെ അതത് അധികാരികൾ സമ്പാദിക്കുക, അതാണ് വിദ്യാഭ്യാസം. എല്ലാ തൊഴിലും ശ്രേഷ്ഠമാണെന്ന ഭാവന നമുക്ക് ആദ്യം വേണം. ഒരു തൊഴിലും ഉയർന്നതും താഴ്ന്നതുമല്ല. നമ്മുടെ മനോഭാവം അനുസരിച്ചാണ് എല്ലാ തൊഴിലും. തൊഴിലുകളെല്ലാം വരുന്നത് ജീവിതത്തിൻ്റെ മാർഗം എന്നുള്ള തലത്തിലാണ്. ഇപ്പോൾ ലക്ഷ്യത്തെ സംബന്ധിച്ചും മാർഗത്തെ സംബന്ധിച്ചും ശരിയായ കാഴ്ചപ്പാട് നമുക്ക് നൽകുന്നത് എന്തോ അതാണ് വിദ്യ. ആത്യന്തികമായ മുക്തിക്ക് ഹേതുവാണ് വിദ്യ. വ്യാവഹാരികമായി ധർമ്മമാർഗത്തിൽ ജീവിക്കാൻ മാർഗമരുളുന്നതും വിദ്യ തന്നെ. ഈ വിദ്യാഭ്യാസമാണ് ആദ്യം തന്നെ നമ്മൾ പ്രയത്നിക്കേണ്ടുന്ന മേഖല. രണ്ടാമത് പറയുകയാണ് സദൗഷധേ, ശരിയായ ഔഷധ പ്രയോഗം. നമുക്ക് ധർമാചരണത്തിനുള്ള സാധനമാണ് ഈ ശരീരം. അതുകൊണ്ട് തന്നെ ശരീരം വേണ്ടതുപോലെ പരിപാലിക്കപ്പെടണം. തീർച്ചയായിട്ടും ദോഷങ്ങളുടെ വിഷമം കൊണ്ട് രോഗങ്ങൾ വരും. മറ്റ് ബാഹ്യങ്ങളായ കാരണങ്ങളെ കൊണ്ടും രോഗങ്ങൾ വരും. രോഗങ്ങൾ വരുമ്പോൾ ശരിയായ ചികിത്സ ചെയ്തേ മതിയാവും. അതിന് വൈദ്യന്മാരെ പ്രാപിച്ച് സദൗഷധം പഥ്യത്തോടുകൂടി സേവിക്കണം. ഇപ്പോൾ വിദ്യാഭ്യാസം, സദൗഷധം, ഒപ്പത്തിനൊപ്പം ദാനം. നമുക്ക് പല സമ്പത്ത് നമ്മുടെ കൈവശമുണ്ട്. സമ്പത്തെന്ന് പറയുമ്പോൾ പണം എന്ന് മാത്രം ഒരിക്കലും വിചാരിക്കരുത്. അത് പണമാകാം, അറിവാകാം, പലതാകാം. പക്ഷെ ഒന്ന് നമ്മൾ ഓർമ്മിക്കേണ്ടത്, എന്ത് സമ്പത്ത് നമുക്കുണ്ടെങ്കിലും അതെല്ലാം നമുക്ക് ലഭിച്ചതാണ്. ലഭിച്ചതല്ലാത്ത ഒരു സമ്പത്തും ആരുടെ കൈവശവും ഇല്ല. ഒരാൾക്ക് ആരോഗ്യമുണ്ടോ?
അത് ലഭിച്ചതാണ്. ഒരാൾക്ക് വിദ്യയുണ്ടോ? അത് ലഭിച്ചതാണ്. ധനമുണ്ടോ? ലഭിച്ചതാണ്. എന്ത് ലഭിച്ചിട്ടുണ്ടോ അത് നൽകാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. അപ്പം എന്താണോ നമ്മുടെ സ്വാധീനത്തിലുള്ള ശക്തി അഥവാ സമ്പത്ത്, അതിന് സമാജവുമായി മറ്റുള്ളവരുമായി പങ്കുവയ്ക്കാൻ നമുക്ക് ബാധ്യതയുണ്ട്. ഇങ്ങനെ യഥാശക്തി പങ്കുവയ്ക്കുന്നതിന് ഭഗവാൻ ഭാഷ്യകാരൻ്റെ പദപ്രയോഗം അതേപടി എടുത്താൽ യഥാശക്തി സംവിഭാഗം, അതാണ് ദാനം. അതിന് പറയുന്ന പേരാണ് ദാനമെന്ന്. അപ്പോൾ ശക്തിക്കനുസരിച്ച് തൻ്റെ വിഭവങ്ങളെ സമാജവുമായി മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുക, ഇത് നിർബന്ധമാണ്. അല്ലാത്ത പക്ഷം നമ്മൾ കടക്കാരാവും എന്ന് പറഞ്ഞാൽ പോരാ, പെരും കള്ളന്മാരായിട്ടാണ് പരിഗണിക്കപ്പെടുക. തൈർദത്താൻ അപ്രദായേഭ്യോ യോ ഭുങ്ക്തേസ്തേന ഏവ സഹ എന്ന ഭഗവത് വാക്യമനുസരിച്ച് തൻ്റെ കൈവശമുള്ള വസ്തുക്കളെ ഈ പ്രകൃതിയുമായി വിനിമയം ചെയ്യാത്തവർ കൊള്ളക്കാരാണെന്നാണ് പറയുന്നത്. അപ്പോൾ ദാനം എന്നുള്ളത് ഏറ്റവും ശ്രേഷ്ഠമാണ്. അപ്പോൾ എവിടെയാണ് യത്നം ചെയ്യേണ്ടത്? വിദ്യാഭ്യാസത്തിൽ, സദൗഷധ പ്രയോഗത്തിൽ, അതുപോലെ ദാനത്തിൽ എന്നാണ് മറുപടി. അവധീരണ ക്വ കാര്യ, ക്വ എവിടെ, എവിടെയാണ് അവധീരണ ചെയ്യേണ്ടത്? അവധീരണ ചെയ്യുക എന്ന് പറഞ്ഞാൽ അവഗണിക്കുക, അവജ്ഞ ചെയ്യുക, ഒഴിവാക്കുക. അപ്പം നമ്മൾ എവിടെയൊക്കെ അവഗണന ചെയ്യണം, അല്ലെങ്കിൽ എവിടെ നമ്മൾ ഉപേക്ഷ ചെയ്യണം? ഇതാണ് ചോദ്യം. അതിന് മറുപടി പറയുന്നത് ഖല പരയോഷിത് പരധനേഷു, ഖലന്മാരിലും പരയോഷിത്തിലും പരധനത്തിലും. യോഷിത് എന്ന് പറഞ്ഞാൽ സ്ത്രീ എന്നർത്ഥം. അപ്പോൾ ഖലന്മാർ, ദുഷ്ടന്മാർ, പരസ്ത്രീകൾ, പരധനങ്ങൾ, ഇവയിലാണ് അവഗണന ചെയ്യേണ്ടത്. എന്താണ് അതിൻ്റെ താല്പര്യം? നമുക്ക് അടുത്ത പ്രാവശ്യം ശ്രദ്ധിക്കാം. അടുത്തതായി സനാതനധർമ്മം. ഓം നമോ ഭഗവതേ വാസുദേവായ. ദശമസ്കന്ധം ഭഗവതവതാര ലീലകളാണ്. അതിലെ ദശമസ്കന്ധത്തിലെ ആദ്യ അധ്യായത്തിലെ 12-ാമത്തെ ശ്ലോകം. ഏതദന്യശ്ച സർവം മേ മുനേ കൃഷ്ണവിജേഷ്ഠിതം വക്തുമർഹസ്യ സർവജ്ഞ ശ്രദ്ധദാനായ വിസ്തൃതം. സർവജ്ഞ, എല്ലാം അറിവുള്ള ആളെയാണ് സർവജ്ഞനെന്ന് പറയുന്നത്. ഏതെന്നറിഞ്ഞാലാണോ പിന്നെ ഒന്നും അറിയാനില്ലാത്തത്, ആ അറിവാണ് സർവജ്ഞത്വം. ഈശ്വരനെക്കുറിച്ച് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒന്നും അറിയാനില്ല. കാര്യം എന്താ? തൻ്റെ ദുഃഖ നിവാരണത്തിനുള്ള ഉപായം ഈശ്വരൻ മാത്രമാണ്. ആ ഈശ്വരനെക്കുറിച്ച് അറിയാൻ സാധിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒന്നും അറിയാനില്ലാത്തതുകൊണ്ട് എല്ലാം അറിവുള്ള സർവജ്ഞ. മുനേ, മനനശീല, മുനിമാരുടെ അർത്ഥമാണ് മനനശീലൻ. ഏതതിതും അന്യതച്ച, ഇതിൽ ഉൾപ്പെടാത്തതും ഇതിലുള്ളതും ഇതിൽ ഉൾപ്പെടാത്തതുമായ സർവമെല്ലാം കൃഷ്ണവിജേഷ്ഠിതം, ശ്രീകൃഷ്ണ ഭഗവാന്റെ സർവ്വവ്യാപാരമാണ്. ശ്രീകൃഷ്ണ ഭഗവാന്റെ വ്യാപാരത്തെയും വിസ്തൃതം, വിസ്തരിച്ച് ശ്രദ്ധദാനായ, ശ്രദ്ധയോടുകൂടിയിരിക്കുന്ന മേ, എനിക്ക് ഭക്തും, ഭജിപ്പാനായിക്കൊണ്ട് അർഹസി, അങ്ങ് അർഹിക്കുന്നു. എല്ലാം അറിവുള്ള മനനശീലനായിരിക്കുന്ന, എപ്പോഴും വിചാരശീലനാണ് ശുകബ്രഹ്മർഷി. അങ്ങനെയുള്ള ഭഗവാൻ ഇതിൽ ഉൾപ്പെടുന്നത്, ഞാൻ ചോദിച്ച ചോദ്യങ്ങളിലെല്ലാം ഉൾപ്പെടുന്നതായ കാര്യങ്ങൾ, ഇനി ഇതിൽ ഉൾപ്പെടാത്തതുമായ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇതെല്ലാം കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ട് എൻ്റെ മുമ്പിൽ അങ്ങ് ശ്രീകൃഷ്ണ ഭഗവാന്റെ എല്ലാ വ്യാപാരവും, അതായത് ജനനം മുതൽ സമാധി വരെയുള്ള ഭഗവാന്റെ ദിവ്യലീലകളെ എനിക്ക് ഗ്രഹിക്കാൻ വണ്ണം അങ്ങ് പറഞ്ഞു തരണം എന്നാണ് പറയുന്നത്. എനിക്ക് ശ്രദ്ധയുണ്ട്, മറ്റ് വിഷയങ്ങളിലല്ല എൻ്റെ വ്യാപാരത്തിൽ. നമ്മളിൽ ശ്രദ്ധ കുറയുന്നതിൻ്റെ കാരണം എന്താണ്? മറ്റ് വിഷയ പ്രാധാന്യത്വം കൊടുക്കുന്നതുകൊണ്ടാണ് ഈശ്വരനിലുള്ള ശ്രദ്ധ നമ്മളിൽ കുറയുന്നത്. മറ്റ് വിഷയങ്ങളിൽ എത്ര പ്രാധാന്യം കൊടുക്കുകയും ഈശ്വര വിഷയങ്ങളിൽ പ്രാധാന്യം കുറയുകയും ചെയ്യുമ്പം ഈ ഭാഗവതാദി ഗ്രന്ഥങ്ങൾ നമുക്ക് കേൾക്കുമ്പോഴത്തേക്ക് നമുക്ക് ചിലപ്പം എന്താകും? കുംഭകർണ സേവയായിപ്പോവും, ഉറക്കം വന്നു പോകാം. അപ്പോൾ അതിൻ്റെ കാരണം എന്താ? പ്രാധാന്യം മനസ്സ് വേറെ വിഷയങ്ങളിലാണ്. ഭാഗവതാദി ഗ്രന്ഥങ്ങളിൽ പ്രാധാന്യം കൊടുക്കുന്നത് എന്തുകൊണ്ടാണ്?
പരീക്ഷിത്ത് തന്നെ പറഞ്ഞു, ഞാൻ ശ്രദ്ധയോട് കൂടിയവനാണെന്ന് സ്വയം പറഞ്ഞു കഴിഞ്ഞു. ഇതാണ് നമുക്കും വേണ്ടത്. നമ്മൾ സ്വയം പറയാൻ കഴിയണം എനിക്ക് ശ്രദ്ധയുണ്ടെന്ന്, മറ്റൊരാൾ പറയുകയല്ല. എൻ്റെ അനുഭവത്തിൽ എനിക്ക് ശ്രദ്ധയുണ്ടോയെന്ന് ഞാൻ തന്നെ എൻ്റെ സ്വഭാവ ഗുണങ്ങളെ അയവിറക്കിക്കൊണ്ട് അല്ലെങ്കിൽ നിരീക്ഷണം നടത്തിക്കൊണ്ട് മനസ്സിലാക്കണമെന്നർത്ഥം. മറ്റുള്ളവരെ ഏതെങ്കിലും ഒരു ചെറിയ കർമ്മത്തിലോ അല്ലെങ്കിൽ ചെറിയ വാക്കിലോ പ്രവൃത്തിയിലോ ഒക്കെ ശ്രദ്ധയുണ്ടെന്ന് കണ്ടിട്ട് നല്ല ശ്രദ്ധയുള്ള ആളെന്ന് നമുക്ക് സർട്ടിഫിക്കറ്റ് തന്നിരിക്കാം. പക്ഷേ ഇവിടെ പരീക്ഷത്തിനെ പോലെ സ്വയം ശ്രദ്ധവാനായിരിക്കുന്നവനെന്ന് വെളിപ്പെടുത്താൻ സാധിക്കുന്ന എന്തുകൊണ്ടാണ്? ഉത്തമ ഭക്തനായിട്ട് മറ്റ് വിഷയങ്ങൾക്ക് അപ്രാധാന്യം കൊടുത്തത് കൊണ്ട് മാത്രമാണ്. അത് മനസ്സിലാക്കിക്കൊണ്ട് എന്താണ്, അങ്ങ് പറയുന്നത് എന്തും കേൾക്കാൻ ഞാൻ അർഹനാണെന്ന് ഒരു സംശയമില്ലാതെ സ്പഷ്ടമായിട്ട് പരീക്ഷിത്ത് ജ്ഞാനിയായ ശുഖബ്രഹ്മർഷിയുടെ മുമ്പിൽ നോക്കിയിരുന്നുകൊണ്ട് പറഞ്ഞു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ആരോടാണിത് പറയുന്നത്? ഞാൻ ശ്രദ്ധയോട് കൂടിയവനാണെന്ന് പരീക്ഷിത്ത് പറയുന്നത് ആരോടാണ്? ശുഖബ്രഹ്മർഷിയോടാണ്, സമാധിമഗ്നനായ ആളോടാണ് പറയുന്നത്. അതേപോലെ തന്നെ അങ്ങ് പറയുന്നത് അത്രയും ഗ്രഹിക്കാനും അർഹനാണ് ഞാനെന്നും പറയുന്നു. ഇത് രണ്ടും നമ്മുടെ മനസ്സിൽ ധ്യാനിച്ചു വയ്ക്കണം. അപ്പോൾ എത്ര യോഗ്യതകൾ ഭാഗവത ശ്രവണത്തിന് വേണമെന്നുള്ള കാര്യം പറയുന്നുണ്ട്. പിന്നെ പറയുകയാണ്, നൈഷാദി ദുസ്സഹാഷുന്മാം തെക്തോദമം അഭി ബാധതേ പിബന്ധം ത്വന്മുഖാംബോജ അച്യുതം ഹരികഥാമൃതം. പറയണം, അതിദുസ്സഹം എന്ന് പറഞ്ഞാൽ സഹിക്കാൻ ഒട്ടും കഴിയാത്തതാണ് അതിദുസ്സഹം. നമ്മുടെ ജീവിതത്തിലൊക്കെ സഹിക്കാൻ കഴിയാത്ത ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ വന്നും പോയിക്കൊണ്ടിരിപ്പുണ്ട്. എത്രയോ കാര്യങ്ങൾ വരുന്നുണ്ട്, അതിദുസ്സഹമായ കാര്യങ്ങൾ. അവിടെയൊക്കെ എന്ത് വേണം? ഏഷാഷുത്ത്, ഈ വിശപ്പ്, തെക്തോദമഭി, ജലപാനം കൂടി ചെയ്യാത്തവനാണെന്നിരിക്കലും. എനിക്ക് നല്ല വിശപ്പ് പോലുമില്ല. എന്തുകൊണ്ടാണ്? വിശപ്പൊക്കെ ശരീരസംബന്ധിയാണ്. ശരീരത്തിന് ഉപരിതലത്തിലേക്ക് മനസ്സിനെ കൊണ്ടുപോയി കഴിഞ്ഞാൽ ഈ വിശപ്പിനെക്കുറിച്ച് പോലുമുള്ള ചിന്ത നമ്മളിൽ ഉണ്ടാകില്ലെന്നർത്ഥം. തെക്തോദമഭി, ജലപാനം കൂടി ചെയ്യാത്തവനാണെന്നിരിക്കലും. ത്വന്മുഖാംബോജച്യുതം, അങ്ങയുടെ മുഖമാകുന്ന താമരപ്പൂവിൽ നിന്നൊഴുകുന്ന അരികഥാമൃതം, കൃഷ്ണകഥയാകുന്ന അമൃതത്തെ, അങ്ങയുടെ മുഖാംബോധത്തിൽ നിന്ന് വരുന്ന എന്താണ്? കൃഷ്ണകഥയാകുന്ന അമൃതം. അത് പിബന്ധം, പാനം ചെയ്തുകൊണ്ടിരിക്കുന്ന മാം, എന്നെ നാബാധതയെ ഉപദ്രവിക്കുന്നില്ല, എന്നെ വിശപ്പ് ഉപദ്രവിക്കുന്നില്ല, ജലപാനം പോലും ഉപദ്രവിക്കുന്നില്ല. എന്തുകൊണ്ടാണ്? അങ്ങ് തരുന്ന അമൃതത്വത്തെ ആവോളം സേവിക്കുന്നത് കൊണ്ട്. അങ്ങ് തരുന്ന അമൃതത്വം സേവിക്കുന്നതിലൂടെ കിട്ടുന്നതുകൊണ്ട് ശരീരത്തിൽ നിന്ന് മനസ്സ് വേറിട്ട് പോയിരിക്കുന്നു. ശരീരചിന്തയേ എനിക്കില്ല, ഭഗവത് ചിന്ത മാത്രമേ എൻ്റെ മനസ്സിലുള്ളൂ എന്നാണ് പറയുന്നത്. അപ്പോൾ എല്ലാവരുടെ ഉള്ളിൽ വിശപ്പും മറ്റുമൊക്കെയാണ്. കഴിക്കുന്ന ഭക്ഷണത്തിന് ഒരു നിയന്ത്രണവും ഇല്ല, രോഗാദികൾക്കും അതുകൊണ്ടൊരു നിയന്ത്രണവും ഇല്ല. അവരും ആവോളമുണ്ട്, വിശപ്പും ആവോളമുണ്ട്. അവിടെ ഈ ശ്ലോകം ഓർമ്മയെ വെച്ചേക്കുക. അല്പം നിയന്ത്രണത്തോടു കൂടി ജീവിക്കുക. സാധിക്കട്ടെ. നമസ്കാരം. തുടർന്ന് ദീപാരാധനയാണ്. ക്ഷേത്ര സന്നിധിയിലെത്തി മംഗളാരതി തൊഴുത് ഇന്നത്തേക്ക് മടങ്ങാം. എല്ലാവർക്കും നമസ്കാരം. सरस्वतीं च तां नौमि वागधिष्ठातृदेवता देवत्वं प्रतिपद्यन्ते यदनुग्रहतो जना।
वैदिकरूपिणी वेदमयी क्षीरसमुद्भव मङ्गलरूपिणी मन्त्रनिवासिनी मन्त्रनुते मङ्गल